ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പൊ എവിടെ നോക്കിയാലും കാണുന്നത് ഒരൊറ്റൊരു സംഭവം മാത്രമേ ഉള്ളൂ. ലബൂബു ലബൂബു ലബൂബു. ഇൻസ്റ്റ തുറന്നാൽ ലബൂബു, യൂട്യൂബ് തുറന്നാൽ അവിടെ ലബൂബു, എല്ലായിടത്തും ലബൂബു ലബൂബു. ഇത് വാങ്ങിക്കാൻ പോയിക്കണ പോക്കറ്റ് കയറും. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോകാൻ നിൽക്കണ്ട. നമുക്ക് തൽക്കാലം ലബൂബു ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കാം. എന്ത് കാര്യത്തിനാ ഇത്രയും പൈസ കൊടുത്തിട്ട് ഈ ഒരു പാവ വാങ്ങിച്ചു തൂക്കണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തോ ഇതിന്റെ ഇടയിൽ നമുക്ക് ലബൂബു ആരാണെന്നും എന്താണെന്നൊക്കെ ഒന്ന് അറിഞ്ഞാലോ. 2019 ഇറങ്ങിയ ദ മോൺസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ സീരീസ് ബുക്കിലെ ഒരു ക്യാരക്ടറാണ് ഈ ലബൂബു. 2019 സംഭവം ഇറങ്ങിയെങ്കിലും 2024 ഈ ഒരു ഡോള് ഫേമസ് ആയത്. എങ്ങനെ ഫേമസ് ആയെന്നല്ലേ. ഈ ഒരു ലബൂബുവിനെ നമ്മുടെ K-pop താരമായ ലിസ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ വൈറലായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ലബൂബുവിനെ ഒരുപാട് സെലിബ്രിറ്റീസ് വാങ്ങിക്കുകയും അവരുടെ ബാഗിൽ ഹാങ് ചെയ്യുകയും അവർ പോകുന്നിടത്തൊക്കെ കൊണ്ടുപോകാൻ തുടങ്ങുകയും ചെയ്ത് അങ്ങനെയാണ് ഈ ഒരു ലബൂബു ഹിറ്റായത്. പിന്നെ ഈ ലബൂബുവിൽ ഒരു മിസ്റ്ററി ഒളിച്ചിരിക്കുന്നുണ്ട്. അതോടും കൂടിയിട്ടാണ് ഈ ഒരു ഡോള് എല്ലായിടത്തും ഫേമസ് ആവാൻ തുടങ്ങിയത്. മിസ്റ്ററി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലബൂബു നമുക്ക് ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ വാങ്ങിച്ച പാക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഏത് കളർ ലബൂബു ആണ് നമുക്ക് കിട്ടിയെന്ന് അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ ലെക്ക് അനുസരിച്ചാണ് നമ്മുടെ ലബൂബുയുടെ കളർ വരുന്നതെന്നാണ് അതിലുള്ള പറയുന്നത്. പിന്നെ ലബൂബു കുറെ കളേഴ്സ് മാത്രമല്ല, ഒരുപാട് ഇമോഷൻസും ഒരുപാട് ഡ്രസ്സിങ് സ്റ്റൈലും ഉള്ളത് നമുക്ക് കിട്ടും. പിന്നെ ലബൂബു ഗേൾ ആണോ ബോയ് ആണോന്ന് വെച്ച് കഴിഞ്ഞാല് ലബൂബു ഗേൾ ആണ് ഗായ്സ്. പിന്നെ നമ്മുടെ ലബൂബുക്ക് ഒരു ബോയ് ഫ്രണ്ടും ഉണ്ട്. ബോയ് ഫ്രണ്ടിന്റെ പേര് ടൈക്കൊക്കോ. പിന്നെ നമ്മുടെ ലബൂബു ഒരു മോൺസ്റ്റർ ആണ് ഗായ്സ്. മോൺസ്റ്റർ. ടൈക്കൊക്കോയും ഒരു മോൺസ്റ്റർ ആണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊന്നും എനിക്കറിയാം. പക്ഷെ അറിയാൻ പാടാത്ത കുറച്ചവരുണ്ടാവല്ലോ, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ സ്റ്റോറി ഒക്കെ കേട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞത് കേട്ടോ. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക, ലബൂബു ബ്ലൈൻഡ് ബാഗ് ആണ്. ഈ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കില്ലേ വളരെ ഈസി പണിയാണ്. നമുക്ക് ഒരു തവണ തന്നെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ലബൂബുവിന്റെ സ്റ്റോറി പറയാന്ന് വിചാരിച്ചത്. പിന്നെ നമ്മുടെ മെയിൻ കവറിലെ ഈ ലബൂബുവിനെ ഞാൻ വരച്ചെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഉള്ളിൽ വെക്കാനുള്ള ലബൂബു സ്ക്വിഷി ഞാൻ ചെയ്തത് പ്രിന്റ് എടുത്തിട്ടാണ്. ഇത്തിരി പ്രൊഫഷണൽ ആയിക്കോട്ടെ വിചാരിച്ച് വരച്ച് കൊളാക്കണ്ടല്ലോ. നമുക്ക് ഈസി ആയിട്ട് വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ മെനക്കിടാൻ വയ്യാത്തതുകൊണ്ട് പ്രിന്റ് എടുക്കുന്നുള്ളൂ. നമ്മുടെ മെയിൻ ലബൂബു ബ്ലൈൻഡ് ബാഗിന്റെ ഫ്രണ്ട് പേജ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഉള്ളിലോട്ട് വെക്കേണ്ട കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി വെക്കാം. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ ലൈക്ക് പ്രത്യേകം പറയണ്ടല്ലോ, ചെയ്തേക്കണേ. ഇനി നമുക്ക് നമ്മുടെ സ്റ്റോറിയിലോട്ട് പോയാലോ. കമോൺ, കം ബാക്ക് ടു സ്റ്റോറി. നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് മോണിസ്റ്റർ. അതേ ഗായ്സ്, നമ്മുടെ ലബൂബു വലിയൊരു മോണിസ്റ്റർ ആണ്. നമ്മുടെ ലബൂബുയുടെ പ്രത്യേകത 9 പല്ലുകളാണുള്ളത്. 9 പല്ലുകളും ഇവിടെ ആ ഒരു കവിളിന്റെ ഏറ്റവും മുകളിലായിട്ട് 2 സൈഡിലും ബ്ലഷ് ഉണ്ടാവും. കാണാൻ ഭയങ്കര ഹൊറർ ലുക്കൊക്കെ ആണെങ്കിലും സംഭവം ഭയങ്കര ക്യൂട്ടാണല്ലേ. ലബൂബുവിന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലെന്നുള്ളത് കമന്റ് ചെയ്യണേ. പക്ഷേ ഇതിന്റെ ബഡ്ജറ്റ് നമ്മളെ കൊണ്ട് താങ്ങൂല. ഒരു ചെറിയ ലബൂബുക്ക് തന്നെ 5000 ഒക്കെ സ്റ്റാർട്ടിങ് വരുന്നത്. എന്നിട്ടും ആൾക്കാർ ഇതിന് ക്യൂ നിന്നാ വാങ്ങിക്കുന്നത്. അവസാനം കടക്കാർക്ക് മതിയായപ്പോ ഒരാൾക്ക് ഒരെണ്ണം വെച്ചേ കൊടുക്കുള്ളൂ എന്നായിട്ടുണ്ട്. ഇപ്പൊ പണമുള്ളവൻ ലബൂബു വാങ്ങിക്കുമ്പോ കാശില്ലാത്തോൻ പേപ്പർ വെട്ടി ഉണ്ടാക്കുന്നു. ജസ്റ്റ് ഫോർ ഫണ്ണി. ഈ പാട്ടൊക്കെ പാടുന്നത് കേൾക്കുമ്പോ എന്നെ കളിയാക്കാനായിട്ട് ഇവിടെ ഒരുപാട് പേര് ഇരിപ്പുണ്ട്. വേറെ ആരല്ല, എന്റെ വീട്ടിലുള്ളവരെന്നെയാണ്. ഇനി ഇതും പറഞ്ഞ് കുറെ നേരത്തെ കളിയാക്കണ കേൾക്കാം. ലബൂബുവിനെ കുറിച്ച് എനിക്കറിയുന്നത് ഇത്രേ ഉള്ളൂ. അത് തന്നെ ഞാൻ ഒരുപാട് സെർച്ച് ഒക്കെ ചെയ്ത് ഒരു സ്റ്റോറി ആക്കി എടുത്തതാണ്. എങ്ങനെയുണ്ട് ഗൈസ് എന്റെ സ്റ്റോറി? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ 10ൽ എത്ര മാർക്ക് ഇതിന് കൊടുക്കും? പിന്നെ ഹാൻഡ് മെയ്ഡ് ജേർണൽ സപ്ലൈസ് ചെയ്യണമെന്ന് വെച്ചപ്പോൾ കുറച്ച് പേര് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ലോങ് വീഡിയോ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യാനുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബ്ലൈൻഡ് ബാഗിലേക്ക് തിരിച്ചു പോവാം. അതെ, ഇവിടം വരെയൊക്കെ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. എവിടെയും പേരെന്നല്ലേ. ഇത് നമ്മുടെ സ്ക്വിഷി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്, ലബൂബു സ്ക്വിഷി. ഇനി അതിനെ പാക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു കവർ ഉണ്ടാക്കിയിരിക്കണേന്. ഇനി നമുക്ക് എല്ലാ സൈഡും സെല്ലോ ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നേരത്തെ ബോറടിപ്പിക്കണ്ടെന്ന് വെച്ചിട്ടല്ലേ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനത്. ഇപ്പൊ പറയണതോ അപ്പൊ ബോറടിക്കില്ലെന്ന്. വേറെ നല്ല ഗൈസ്, എൻ്റെ ലബൂബു സ്റ്റോറിയുടെ സ്റ്റോക്ക് തീർന്നുപോയി. ഇനി പറയേണ്ടത് നിവർത്തിയില്ലല്ലോ. ഇതൊക്കെ ഒന്ന് മുന്നോട്ട് പോകണ്ടേ. നമ്മുടെ ലബൂബുവിനെ അകത്താക്കി പാക്ക് ചെയ്ത ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ക്വസ്റ്റ്യൻ മാർക്ക് കുറേ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബ്ലൈൻഡ് ബാഗിലോട്ട് എല്ലാം ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് അതും നമുക്ക് മുകളിൽ സെല്ലോ ടേപ്പ് വെച്ചിട്ട് അടച്ചു വെച്ച് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ ഗായ്സ്. വളരെ എളുപ്പമുള്ളൊരു പണിയാണ്. ബ്ലൈൻഡ് ബാഗ് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് കട്ട് ചെയ്യണ്ടേ മുകളിലായിട്ട്. അപ്പൊ നമുക്ക് ഇതുപോലെ മാർക്കർ വെച്ച് ഇങ്ങനെ വരച്ച് കൊടുക്കാം. ഫൈനലി നമ്മുടെ ലബൂബു ബ്ലൈൻഡ് ബാഗ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഇനി പറയണ്ടല്ലോ, ലൈക്ക്, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഇനി നമുക്ക് ASMR കാണാം.
ലബൂബുവിനെ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഒരു ബ്ലൂ കളർ ഹാർട്ട് കമന്റും സബ്സ്ക്രൈബും ചെയ്തേക്കണേ.